നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ കോട്ടയത്തും, ബുധൻ, വെള്ളി ദിവസങ്ങളിലും എറണാകുളത്തും കടവന്തരയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം, നമ്മളെല്ലാവരും സാധാരണ ജനങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആൻറ്റി ഓക്സിഡൻറ്റ്, ഫ്രീ റാഡിക്കൽ ഡാമേജ് എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ. 1954 ഈ ഫ്രീ റാഡിക്കൽ തിയറി ഹാർമൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സയൻറ്റിസ്റ്റ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു. എന്താണ് ഫ്രീ റാഡിക്കൽസ്, അതെന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, അതിനെ എങ്ങനെ അതിജീവിക്കാം, അതിനെ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ വിഷയം. നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും പ്രായമാകുന്നത് ഇഷ്ടമല്ല. എല്ലാവർക്കും എന്നും ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ജീവിക്കണമെന്ന് എന്നാണ് ആഗ്രഹം. പക്ഷേ 90% ആൾക്കാർക്കും അത് കിട്ടുന്നില്ല. കാരണം അതിനെപ്പറ്റിയുള്ള അറിവ് കുറവും അതിനൊരു കാരണമാണ്. എന്നെ കൺസൾട്ട് ചെയ്യുന്ന രോഗികൾക്ക് എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം കാണുമ്പോൾ അവർ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഡോക്ടറെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ യുവത്വത്തോടെ എന്നും നിൽക്കുന്നതെന്നുള്ളത്. ഇന്നത്തെ ഈ വിഷയം ആ വിഷയം കൂടി അഡ്രസ്സ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഒരു യുവത്വത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുന്നത്? ഏജിങ് പ്രോസസ്സ്, അതായത് പ്രായമാകുന്ന ആ സംഗതിയെ നമുക്ക് പുറകോട്ട് വലിച്ചെടുക്കാൻ പറ്റുക. 2 തരം ഏജ് ഉണ്ട്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്, ജനന തീയതി വെച്ചിട്ട് നമ്മുടെ ഇന്ന് വരെയുള്ള കണക്കൂട്ടുന്നതാണ് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ്. നമുക്ക് വേറെ ഏജ് കൂടി ഉണ്ട്, അത് ബയോളജിക്കൽ ഏജാണ്. ബയോളജിക്കൽ ഏജിൽ നമുക്ക് നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ എല്ലാ കോശങ്ങളും അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അവയവങ്ങളും ഏജ് ഉണ്ട്. അതിന് ചിലർക്ക് ക്രോണോളജിക്കൽ ഏജ് 60 ആയിരിക്കാം, പക്ഷേ ബയോളജിക്കൽ ഏജ് 10-15 വയസ്സും കുറഞ്ഞൊരു 45 വയസ്സേ കാണുകയുള്ളൂ. അതാണ് യഥാർത്ഥ ഹെൽത്ത് മാനേജ്മെൻറ്റ്. എൻ്റെ ലക്ഷ്യം, എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ അവർക്ക് താല്പര്യമുള്ളവരെല്ലാം ഞാൻ ഈ വിഷയം സംസാരിക്കാറുണ്ട്. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഗതി, അതായത് ബയോളജിക്കൽ ഏജ് കുറച്ച് കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്യാൻ, അതായത് ബയോസ്റ്റാറ്റ് എന്ന് പറയും. ഇപ്പോൾ 60 വയസ്സുള്ള ഒരാൾക്ക് 45 വയസ്സിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നിരന്തരമായ ഒരു പരിശ്രമത്തിൽ കൂടെ ഒരു ലക്ഷ്യബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞ വിഷയം, അതായത് ഫ്രീ റാഡിക്കലിനെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. അതിൽ എന്താണ് ഫ്രീ റാഡിക്കൽസ് എന്നുള്ളത് ആദ്യം ചിന്തിക്കാം. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്, നമ്മൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കാറില് പെട്രോളും പിന്നെ ഓക്സിജനും കൂടെ അതിൻ്റെ കമ്പസ്റ്റൻ നടക്കും. അതായത് കത്തിക്കഴിയുമ്പം അതിനകത്ത് നമുക്ക് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുകൂടാതെ എനർജി, പിന്നെ വാട്ടർ, ഇതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് എന്ന് പറയുന്ന പോലെ. അതിനകത്ത് ഇത് കുറേ ചില പുകയും വരും. ആ പുകയായിട്ട് എടുത്താൽ മതി ഈ ഫ്രീ റാഡിക്കൽസ്. അതായത് നമ്മുടെ ശരീരത്തിലും മൈറ്റോകോൺട്രിയ എന്ന്, ഓരോ കോശങ്ങളിലും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ എഞ്ചിൻ. അവിടെയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഓക്സിജനും നമ്മളുടെ ശരീരത്തിൽ കയറുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പ്രോട്ടീൻ, ഇത് അവിടെയാണ് ബേൺ ചെയ്തിട്ട് നമുക്ക് എനർജി അഥവാ ശക്തി, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, പിന്നെ ഫ്രീ റാഡിക്കൽസും ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മൾക്ക് വളരെ ദൂഷ്യം ചെയ്യുന്ന സംഗതിയാണ്. അതിന് ഒരു മിതമായ അളവിലാണെങ്കിൽ നമ്മളുടെ ബോഡി അതിനെ അവിടെ വെച്ച് തന്നെ കൈകാര്യം ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ ഫ്രീ റാഡിക്കൽസിൻ്റെ കൗണ്ടിനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് അമിതമായിട്ടുണ്ടാകുകയാണെങ്കിലാണ് പ്രശ്നങ്ങൾ. അപ്പോൾ മിതമായിട്ടുള്ളെങ്കിൽ ബോഡി അതിനെ തന്നെ കൈകാര്യം ചെയ്യും. ബോഡിക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അതിനെ കൈകാര്യം ചെയ്യും. ഫ്രീ റാഡിക്കൽസ് കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോശങ്ങൾക്ക് തകരാറുണ്ടാക്കും. അവിടെയാണ് നമ്മളുടെ പ്രശ്നങ്ങളുടെ തുടക്കം. ഏജിങ്ങിൻ്റെ ഒരു വലിയ ഫാക്ടറാണത്. കൂടുതൽ ഡാമേജ് കോശങ്ങൾക്ക് വരുന്തോറും നമ്മൾക്ക് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കൂടിക്കൊണ്ടിരിക്കും. ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാറ് വളരെ സ്പീഡിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സ്പീഡിൽ പോകുന്ന ഒരു കാറിൽ എന്തോ ടയറിൽ എന്തെങ്കിലും ഒരു ആണി കൊണ്ടെന്ന് വിചാരിക്കുക. ഒരു കാറ് അത് പഞ്ചറാകുന്നു. അതിൻ്റെ പുറകെ വരുന്ന എല്ലാ കാറുകളും അതിൻ്റെ പുറകിൽ ചെന്ന് ഇടിച്ചിടിച്ച് ഒരു വലിയ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയും, അതവിടെ ഉണ്ടാകും. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കോശങ്ങളിലും ഒരിക്കൽ സെൽ ഡാമേജ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതൽ നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ ക്യുമുലേറ്റീവ് ഇഫക്റ്റിലേക്ക് വരാനും തദ്വാര നമ്മൾക്ക് ശരീര കോശങ്ങളുടെ നാശം സംഭവിച്ചിട്ട് അവയവങ്ങളുടെ പ്രവർത്തനം വല്ലാതാകുകയും
അത് ഒരു പ്രായത്തിൻ്റെ ഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ മോശമായൊരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ നമ്മൾക്ക് എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് കൊളസ്ട്രോൾ, അല്ലെ എല്ലാവരും അറിയാം LDL കൊളസ്ട്രോൾ എന്നൊക്കെ പറയും. ഈ LDL കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡിൽ കൂടി നിന്നുകൊണ്ട് ഈ പറയുന്ന വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ്, അത് ഈ ഫ്രീ റാഡിക്കൽ ഓക്സിഡേഷനാണ് അവിടെ വരുന്നത്. അത് ഫ്രീ റാഡിക്കൽസ് കൂടുമ്പോൾ ഈ LDL ഓക്സിഡൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഇത് ഒട്ടിപ്പിടിച്ച് അവിടെ റഫ്നെസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് ഹൃദ്രോഗത്തിനും അല്ലെങ്കിൽ സ്ട്രോക്കിനുമൊക്കെ കാരണമായിട്ട് തീരുകയുള്ളൂ. അതുപോലെ തന്നെ DNA, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഘടകമാണ് DNA. ഈ DNA-യിലും ഈ ഓക്സിഡേഷൻ വന്ന് ഈ ഫ്രീ റാഡിക്കൽസ് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. LDL നമ്മൾക്ക് എല്ലാവർക്കും LDL കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ട്, LDL ഉണ്ട്, HDL ഉണ്ട്. LDL ആണ് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ദൂഷ്യം ചെയ്യുന്ന കൊളസ്ട്രോൾ. പക്ഷേ LDL കൂടി നിന്നാലും നമുക്ക് തകരാറ് വരികയില്ല. അവിടെ ഡാമേജ് ഉണ്ടാകുന്നത് ഈ ഫ്രീ റാഡിക്കൽ ഡാമേജാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ LDL കൊളസ്ട്രോളിനെ ഫ്രീ റാഡിക്കൽസ് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് രക്തക്കൊല്ലുകളുടെ ഭിത്തിയിൽ ഇത് ഒട്ടിപ്പിടിക്കുകയും അവിടെ അതിൻ്റെ വ്യാസം കുറയുകയും തടസ്സം ഉണ്ടാകുകയും ബ്ലോക്ക് വന്നിട്ട് ഒന്നുമില്ല സ്ട്രോക്ക് അല്ലാതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വരികയും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയില്ല. അതുപോലെ DNA-യിലാണെങ്കിലും DNA എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന അതിപ്രധാനമായ ഘടകമാണ് കോശങ്ങൾക്കകത്തുള്ള. അതിനും ഡാമേജ് വരികയാണെങ്കിൽ നിരന്തരമായ ഡാമേജിൽ കൂടി ക്യാൻസറുകളുടെ തുടക്കത്തിന് വരെ അത് കാരണമാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എനർജി ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ കൂടെ ഒപ്പം ഉണ്ടാകുന്ന സംഗതികളാണ് ഫ്രീ റാഡിക്കൽസ്. പക്ഷേ ഈ ഫ്രീ റാഡിക്കൽസ് ഈ നോർമലായിട്ടുള്ള പ്രൊഡക്ഷൻ കൂടാതെ അബ്നോർമലായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതാണ് നമുക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും എളുപ്പം. അതാണ് ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളത്. നമ്മൾ എല്ലാവരും ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ കൊറോണ ഇവിടെ വന്നു, ന്യൂമോണിയ വന്നു, ബ്രോങ്കൈറ്റിസ് വന്നു, അതിനൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കുന്നു. ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിച്ചു, 2 കോഴ്സ് കഴിച്ചു, പല കോഴ്സുകൾ കഴിച്ചു. പക്ഷേ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോഴും ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് വളരെയധികം കൂടാറുണ്ട്. അതുപോലെ അനുഭവിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു മുട്ടായി തിന്നുന്ന പോലെ ലോസഞ്ചസ് തിന്നുന്ന പോലെയോ ആൻറ്റിബയോട്ടിക്സ് ഇരിക്കുന്നൊരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് മെഡിസിൻസ് അത് വളരെ ദൂഷ്യം ചെയ്യും. വളരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നങ്ങൾക്ക് അത് തുടക്കമാകും. അപ്പോൾ ഇൻഫെക്ഷൻ തുടർന്ന് വരിക, യൂസേജ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഫുഡിൽ ഏറ്റവും പ്രധാനം തന്നെ ആദ്യം പറയാം, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഫ്രീ റാഡിക്കൽസ് കൂടും. അപ്പോൾ ഗ്ലട്ടൻസ് എന്ന് പറയുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അവർ അറിയാം എനിക്ക് ഭയങ്കര വിശപ്പാണ് ഞാൻ കഴിയും. പക്ഷേ അതെല്ലാം അവരുടെ തന്നെ വളർച്ചയും അവരുടെ തന്നെ കോശങ്ങളുടെ പ്രവർത്തനത്തെ എല്ലാം അത് അവർ തന്നെ ഡാമേജ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അമിത ഭക്ഷണം. രണ്ടാമത് ഭക്ഷണത്തിലുള്ളത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ട്രാൻസ് ഫാറ്റാണ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മളറിയാം ബേക്കറിയിലെ എല്ലാ പ്രോഡക്ട്സിലും ഉള്ളത് ട്രാൻസ് ഫാറ്റാണ്. ഞാൻ പറയാറുണ്ട്, ഒരു ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ പകുതി എന്ന് പറയുന്നത് മൈദയാണ്. അത്രയും വെയിറ്റ് തന്നെ ഇതിനകത്ത് വനസ്പതി എന്ന് പറയുന്ന ഘടകമുണ്ട്. അത് ഏറ്റവും ശരീരത്തിന് ഡാമേജ് ചെയ്ത് ട്രാൻസ് ഫാറ്റ് എന്ന് പറയും. അതായത് ചീപ്പായിട്ടുള്ള വെജിറ്റബിൾ ഓയിലിൽ ഹൈഡ്രജൻ കടത്തി വിട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാറ്റാണ്. അതിനെ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയും. അത് വളരെ ശല്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ നമുക്കറിയാം ഇന്ന് ഏത് കൃഷിയിലാണെങ്കിലും പെസ്റ്റിസൈഡ്സ്, ഈ പെസ്റ്റിസൈഡ്സിൻ്റെ റെസിഡ്യൂ ഭക്ഷണത്തിൽ നിലനിൽക്കുകയും അതെല്ലാം ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടാകാനുള്ള പ്രവണത അത് കൂട്ടുകയും ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ചുറ്റുമുള്ള ഓസോൺ പാളിക്ക് തകരാറ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഓസോണും നമ്മൾക്ക് കൂടുതൽ ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ എല്ലാവരും അറിയാവുന്ന സ്മോക്ക്, ഇൻഡസ്ട്രിയൽ സ്മോക്ക് ആണെങ്കിലും വണ്ടിയിൽ നിന്ന് വരുന്ന സ്മോക്കാണെങ്കിലും സിഗരറ്റ് സ്മോക്കാണെങ്കിലും, അതായത് ഒരു കുടുംബത്തിൽ പുരുഷന് പുകവലിക്കുന്നു, പാസീവായിട്ട് ആ സ്മോക്ക് അടിച്ചാൽ പോലും അത് ഈ പറഞ്ഞ ഫ്രീ റാഡിക്കലിന് പ്രൊഡക്ഷനും സെല്ലിൻ്റെ ഡാമേജിനും നമുക്ക് ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാനും അതൊരു കാരണമാകും. പിന്നെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. അപ്പം നമ്മളുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള, പ്രത്യേകിച്ച് ഡൽഹി പോലത്തെ അറിയാം, നമുക്ക് ഈ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡുള്ള ഒരു സിറ്റിയാണ് ഡൽഹി. അതുപോലെ ബാംഗ്ലൂരു ഇപ്പോൾ അധികം പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും ഇതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. നമ്മളാരും ഇന്നത്തെ ചെറുപ്പക്കാർ അറിയേണ്ട അതിപ്രധാന ഒരു കാര്യമാണ് ഓവർ എക്സസൈസ്. ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മണിക്കൂറുകളും അടുപ്പിച്ച്, അത് തെറ്റാണ്. എല്ലാത്തിനും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, മോഡറേഷൻ.
അത് മിതത്വം പാലിക്കുക. പ്രത്യേകിച്ച് പ്രായം കൂടി നമ്മൾ മിതമായിട്ട്, ഇപ്പം ഞാൻ ഫിറ്റ്നസ്സും ചെയ്യുന്നയാളാണ്, യോഗയും ചെയ്യുന്നയാളാണ്, പക്ഷേ എല്ലാം മിതത്വത്തിൽ ചെയ്താൽ നമുക്കത് ഡാമേജ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയ ബോക്സിങ് ആൾക്കാർ, അല്ലെങ്കിൽ ഹൈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മാരത്തോൺ റണ്ണേഴ്സ് ഒന്നും അവർക്കൊന്നും അധികം ആയുസ് നിലനിൽക്കാറില്ല. അവർക്കൊക്കെ ഒരു ഏജ് കഴിയുമ്പോൾ രോഗങ്ങൾ വരികയും അവർ അതിന് കീഴ്പ്പെട്ട് മരണത്തിൽ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്, ചെറിയ രോഗം വന്നാലും നമ്മളൊരു ആൻറ്റി ഹിസ്റ്റമിൻ അല്ലെ അവിൽ അല്ല അതുപോലത്തെ നമ്മൾ സിട്രസ് എന്ന് പറയുന്ന ഗുളികകൾ, അൻറ്റാസിഡ്സ്, എരിച്ചില എന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ടാണ് ആൾക്കാർ അൻറ്റാസിഡ്സ് എല്ലാം കഴിക്കുന്നത്. ഇത് രണ്ടും, പ്രത്യേകിച്ച് ഈ ആൻറ്റി ഹിസ്റ്റമിനും അൻറ്റാസിഡ്സും അമിതമായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാൻ കാരണക്കാരാണ്. അതെല്ലാം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഈ ഏജിങ് പ്രോസസ്സ് ഫാസ്റ്റാവും, ഡാമേജ് വരും. അതിൽ കൂടി തന്നെ നമ്മൾക്ക് വേണ്ടി വന്നാൽ ക്യാൻസർ പ്രോസസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും പ്രധാനം നമ്മുടെ കോശങ്ങൾക്ക് ഡാമേജ് വരുമ്പോൾ ഉണ്ടാകുന്നത് ഏജിങ് പ്രോസസ്സ് കൂടുകയാണ്. അതായത് നമ്മുടെ ബയോളജിക്കൽ ഏജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ബയോളജിക്കൽ ഏജിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറകോട്ട് വരണം. ഡാമേജ് അധികം ഉണ്ടാക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അതിന് ഫ്രീ റാഡിക്കൽസിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനും നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ പുറകോട്ട് നമുക്ക് വലിക്കാനും സാധിക്കും. ഒരു ക്വാളിറ്റി ലൈഫ് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൊരു ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.